കയ്യൊപ്പ്. ഭിന്നശേഷിക്കാരായവരുടെ പ്രചോദനാത്മക ജീവിതകഥകൾ. നോർമലായി ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തരായി ജനിക്കുക എന്നാൽ രണ്ടാം തട്ടിലേക്ക് തഴയപ്പെടുക എന്നാണ്. സഹതാപത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് എല്ലാവരും ഇത്തരക്കാരെ കാണുന്നത്. പക്ഷേ ഭിന്നശേഷിക്കാരെ ഇവർ പലപ്പോഴും നമ്മളെക്കാൾ കഴിവുള്ളവരും ജീവിതത്തിൽ മുന്നേറിയവരും ആയി തീരാറുണ്ട്. സ്വന്തം ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിതത്തിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച 15 ഭിന്നശേഷിക്കാരുടെ പ്രചോദനാത്മക ജീവിതകഥയാണ് ഈ പുസ്തകം നമ്മളോട് പറയുന്നത്. സുരേഷ് അദ്വാനി. മുംബൈ ഹിന്ദുജ ആശുപത്രിയുടെ 10ാം നിലയിലെ പ്രവേശന മുറിയിലാണ് ഞാനിപ്പോൾ കാത്തു നിൽക്കുന്നത്. ഇവിടെയാണ് ആശുപത്രിയുടെ ഓങ്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. നിരനിരകളായിട്ടിരിക്കുന്ന സ്റ്റീൽ കസേരകൾ മുഴുവനും രോഗികളെ കൊണ്ടും അവരെ സ്നേഹിക്കുന്നവരെ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നു. അന്തരീക്ഷം 1000 പറയപ്പെടാത്ത വികാരങ്ങൾ, ഉത്കണ്ഠ, ഭയം, വേദന, പിന്നെ പ്രതീക്ഷയും കൊണ്ട് കനം തൂങ്ങിയിരിക്കുന്നു. അന്തരീക്ഷത്തിൽ തൂങ്ങുന്ന നിശബ്ദത അസഹനീയമാണ്. മിക്കവാറും 20കളുടെ മധ്യത്തിലുള്ള ഒരു യുവതി കടന്നു വരുമ്പോൾ അവളെ തുറച്ചു നോക്കാതിരിക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തറച്ചത് അവളുടെ യുവ സൗന്ദര്യമല്ല, പകരം അവൾ സാരി കൊണ്ട് മറയ്ക്കുവാൻ ശ്രമിക്കുന്ന അവളുടെ നഗ്നമായ തലയാണ്. വ്യക്തമായും കീമോതെറാപ്പി ആവർത്തനങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്. കൂടുതൽ ശ്രമകരം. കുനിഞ്ഞ തോളുകളും കണ്ണുകളിലെ വേദന ഉൾക്കൊള്ളാൻ വൃഥ പരിശ്രമിക്കുകയും ചെയ്യുന്ന അവൾക്കൊപ്പമുള്ള ചെറുപ്പക്കാരനെ ഒഴിവാക്കുന്നതാണ്. രോഗിയുടെ അവസാനമില്ലാത്ത പ്രവാഹം. പുറത്തേക്കൊഴുകിക്കൊണ്ടിരിക്കുന്ന ലിഫ്റ്റുകളിലേക്ക് എതിരെ മുറിയുടെ ഏറ്റവും അകലെയുള്ള ഭാഗത്താണ് ഞാനിരിക്കുന്നത്. ഡോക്ടർമാരെ കാത്തിരിക്കുന്ന നേരത്തെ വന്നിട്ടുള്ള ആരുടെയും കണ്ണുകളുമായി കൂട്ടിമുട്ടുന്നതിന് ഇടവരാതെ രോഗികൾ നേരെ കസേരകൾക്ക് വേണ്ടി തിരയുന്നു. എത്രാമത്തെയോ പ്രാവശ്യം ലിഫ്റ്റ് വാതിൽ തുറക്കുമ്പോൾ ഞാൻ നോക്കുന്നു. തിളക്കമുള്ള പുഞ്ചിരി മുഖത്തുള്ള തൻ്റെ പുഞ്ചിരി ആ മുറി മുഴുവൻ സാംക്രമികമായി പരത്തുന്ന ഒരു മനുഷ്യൻ പ്രവേശിച്ചു. സ്വന്തം കൺസൾട്ടേഷൻ മുറിയിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് രോഗികളുടെ നേർക്ക് നോക്കി കൈവീശി അവരെ കണ്ടതായി അംഗീകരിക്കുകയും ചെയ്തു. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ് 2 കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സൂര്യപ്രകാശം പരത്തി ഇപ്പോൾ എൻ്റെ മുന്നിലൂടെ കടന്നുപോയ ആ മനുഷ്യൻ പ്രശസ്തനായ ഡോക്ടർ SH അദ്വാനിയാണ്, രാജ്യത്തെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പിതാവ്. 2ാമത്തെ കാര്യം ഡോക്ടർ ചക്ര കസേരയിലാണ്. പക്ഷേ ആരും, ഞാനടക്കം, അത് ശ്രദ്ധിച്ചതായി തോന്നിയില്ല. ചുറുചുറുക്കോടെ നൃത്തം ചെയ്യുന്ന അറബിക്കടൽ. പശ്ചാത്തലത്തിൽ സജ്ജീകരിക്കുന്ന മേശയ്ക്ക് പിന്നിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷൻ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോഴാകട്ടെ ആ തകരാറ് ശ്രദ്ധയിൽപ്പെടുന്നത് അതിലും ബുദ്ധിമുട്ടാണ്. അദ്ദേഹം വളരെ ഉപചാരത്തോടെ സ്വാഗതം അരുളിയെങ്കിലും ധാരാളം രോഗികൾ പുറത്ത് കാത്തിരിക്കുന്നതിനാൽ വളരെ കുറച്ച് സമയം മാത്രമേ ഈ സംഭാഷണത്തിനായി അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തറപ്പിച്ചു തന്നെ പറഞ്ഞു. ഇപ്പോൾ വൈകുന്നേരം 5:30. അദ്ദേഹത്തിൻ്റെ ദിവസം അവസാനിക്കുന്നതിൻ്റെ അടുത്തുപോലും എത്തിയിട്ടില്ല. പാതിരാത്രിക്ക് ഇന്നത്തേത് ഒരു ദിവസം തന്നെയായിരുന്നു എന്ന് പറയുന്നതിന് മുമ്പായി ഇനിയും മറ്റൊരു ആശുപത്രിയിൽ കൂടി അദ്ദേഹത്തിന് ചികിത്സാ നിർണയ സേവനാർത്ഥം പോകേണ്ടതായുണ്ട്. മുംബൈ പ്രാന്തപ്രദേശത്തുള്ള ഗാഡ്പൂർ എന്ന സ്ഥലത്ത് 4 സഹോദരങ്ങൾക്കൊപ്പം 3 സഹോദരിമാരും ഒരു സഹോദരനും ഞങ്ങളുടെ ഒതുക്കമുള്ള വീട്ടിൽ വളർന്നു വരുന്നതാണ് എൻ്റെ ഏറ്റവും ആദ്യകാല ഓർമ്മകൾ. ഞങ്ങളുടെ ചെറുനഗരത്തിലെ ഒരു പാർപ്പിട സഞ്ചയത്തിലെ മറ്റ് 99 വീടുകൾ പോലെ തന്നെ തറനിരപ്പുള്ള ഒരു ചെറിയ വീടായിരുന്നു ഞങ്ങളുടേതും. അക്കാലത്തുള്ള ഏതൊരു സിന്ധി കുടുംബത്തിലും നടന്നു വരുന്നത് പോലെ എൻ്റെ അച്ഛൻ ജോലിക്ക് പോകുമായിരുന്നു. അമ്മ വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നു. ജീവിതം ലളിതവും സുന്ദരവുമായിരുന്നു. പഠനകാര്യങ്ങളിൽ ഞാൻ മികവ് പുലർത്തിയിരുന്നു. ബാക്കി കിട്ടുന്ന സമയം ഞങ്ങളുടെ പാർപ്പിട കേന്ദ്രത്തിൽ ചുറ്റിയിറങ്ങി നടക്കും. എൻ്റെ വലിയ ചങ്ങാത്തിക്കൂട്ടത്തിനൊപ്പം കളിച്ചും ചെലവഴിച്ചു. ആ പാർപ്പിട സമൂഹത്തിലെ ഓരോരുത്തർക്കും അവിടെ താമസിച്ചിരുന്ന മറ്റോരോരുത്തരെയും അറിയാമായിരുന്നു. ആർക്കെങ്കിലും ഏകാന്തത തോന്നുന്ന ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ വിട്ടുപോകാൻ മടിക്കുന്ന ഒരു പനിയുമായിട്ടാണ് ഞാൻ സ്കൂളിൽ നിന്ന്
മടങ്ങിയെത്തിയത്. എൻ്റെ മാതാപിതാക്കൾ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അപ്പോഴേക്കും വല്ലാതെ വൈകിപ്പോയിരുന്നു. എനിക്ക് പോളിയോ ബാധിച്ചു. എൻ്റെ കാലുകളുടെ ഉപയോഗം എനിക്ക് നഷ്ടപ്പെട്ടു. ഇന്ന് പുറകോട്ട് നോക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് ഏറെ പ്രയാസകരമായിരുന്ന സമയമായിരിക്കണം അത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അക്കാലത്ത് 3-4 മാസം കുട്ടികൾക്കായുള്ള BJ വാഡിയ ആശുപത്രിയിൽ സമയം ചെലവഴിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആശുപത്രിയിൽ കഴിഞ്ഞ കാലത്തൊന്നും എൻ്റെ മാതാപിതാക്കൾ അവരുടെ ഉത്കണ്ഠയോ നിരാശയോ ഒരിക്കൽ പോലും എന്നോട് പ്രകടിപ്പിച്ചതായി എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ആശുപത്രി വാസത്തെപ്പറ്റി എനിക്ക് ആകെ ഓർമ്മയുള്ളത് എനിക്ക് വേദനയോ അസ്വസ്ഥതയോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി എൻ്റെ കിടക്കയിലരികിലേക്ക് നിർബാധം പ്രവഹിച്ചിരുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയുമാണ്. കിടക്കയ്ക്കരികിൽ മാതാപിതാക്കളും എന്നോട് വാത്സല്യമുള്ളവരായി കാണപ്പെട്ട ഡോക്ടർമാരും നഴ്സുമാരും കാണാം. ആശുപത്രിവാസം വീടിനേക്കാൾ ഒട്ടും തന്നെ അസ്വസ്ഥമായി ഇരിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായപ്പോഴേക്കും ആശുപത്രിയിലെ എല്ലാ കുട്ടികളെയും പരിചരിക്കുന്ന അവിടുത്തെ സ്നേഹനിധിയായ ഡോക്ടർമാരെ പോലെ എനിക്കും ഡോക്ടറാകണമെന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ മുളപൊട്ടി. സേവന മനോഭാവം എൻ്റെ മനസ്സിൽ കയറിക്കൂടിയത് ആ ആശുപത്രിക്കിടയിൽ കിടക്കുമ്പോഴാണ്. ഈ ദിവസം വരെ ആ ഉൾപ്രേരണ നിലനിൽക്കുന്നുമുണ്ട്. ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അത് ഒരു ഭാഗികമായ പുനഃപ്രാപ്തി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കാലുകളുടെ മുഴുവൻ ഉപയോഗവും വീണ്ടെടുക്കുന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുപോലുമില്ലായിരുന്നു. ഭാഗ്യം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അതൊരു പ്രശ്നമായി തീർന്നതേയില്ല. എന്തുകൊണ്ടാണ് ചില ആളുകൾ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എനിക്ക് ആ അംഗപരിമിതി ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. അസുഖത്തിന് മുമ്പുണ്ടായിരുന്ന ഞാൻ എങ്ങനെയായിരുന്നുവോ അതിനുശേഷവും ഞാൻ അതേ ആൺകുട്ടിയായി തന്നെ തുടർന്നു. ജീവിതം പഴയതുപോലെ തുടർന്നു. എൻ്റെ കൂട്ടുകാർ നേരത്തെ അവർക്കൊപ്പം കറങ്ങി നടന്ന അതേ കുട്ടിയായി തന്നെ എന്നെ കണ്ടു. ഞാൻ അവർക്കൊപ്പം പുറത്തു പോകുകയും ചെയ്തു. എൻ്റെ സഹോദരങ്ങളെപ്പോലെ തന്നെ സ്കൂളിൽ പോകുന്നതിനും പഠിക്കുന്നതിനും എനിക്കും കഴിഞ്ഞു. എനിക്ക് പഴയതുപോലെ നിഷ്ഠയായി എന്നും സ്കൂളിൽ പോകുന്നതിന് കഴിഞ്ഞില്ലെങ്കിൽ കൂടി എല്ലാ പരീക്ഷകളിലും ഞാൻ നല്ല മാർക്കുകൾ നേടി എന്നതിൽ ഞാൻ ഏറെ സന്തുഷ്ടനായിരുന്നു. പതിവിലും കൂടുതൽ ആത്മാർത്ഥതയും അടുപ്പവും ചാലിച്ച് എനിക്ക് വീട്ടിൽ വന്ന് ട്യൂഷൻ എടുക്കുവാൻ തയ്യാറുള്ള ടീച്ചർമാരും എൻ്റെ പാഠങ്ങളിൽ എനിക്ക് സഹായം നൽകി വന്ന ചങ്ങാതിമാരും ഉണ്ടായിരുന്നു എന്നതിനാൽ ഞാൻ ഭാഗ്യവാനാണ്. സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് SSC പരീക്ഷയുടെ ഫലം വന്നപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ഞാൻ ഒന്നാമതായതിൽ ആർക്കും അതിശയമുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സാധാരണക്കാരൻ കുട്ടിയായിട്ടാണ് എന്നെയും കണക്കാക്കിയിരുന്നത്. പോളിയോ ബാധിച്ചത് മൂലം എനിക്കനുഭവപ്പെട്ട ഒരേ ഒരു വ്യത്യാസം അതിനു മുമ്പ് ഞാൻ ധാരാളം ഓടി നടന്നിരുന്നപ്പോൾ ഇപ്പോൾ ഞാൻ ചക്രക്കസേരയിലിരുന്നാണ് ചുറ്റി സഞ്ചരിക്കുന്നത് എന്നതാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ വേഗത്തിന് അത് നിയന്ത്രണം വയ്ക്കുന്നതിന് ഞാൻ ഒരിക്കലും അനുവദിച്ചില്ല. എൻ്റെ 12ാം തരം പരീക്ഷകൾ ഉയർന്ന മാർക്കുകളോടെ ഞാൻ പൂർത്തിയാക്കിയപ്പോൾ എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ തീരുമാനമെടുക്കേണ്ട സമയം ആഗതമായി. ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം വൈദ്യശാസ്ത്ര പഠനമാണ്. എൻ്റെ ആശുപത്രി വാസത്തെക്കുറിച്ചുള്ള ഓർമ്മ ആ വർഷത്തിലത്രയും എൻ്റെ മനസ്സിൽ നവമായി തന്നെ തങ്ങി നിന്നു. അത്രയും സ്നേഹത്തോടെയും കരുതലോടെയും എന്നെ ചികിത്സിച്ച ഡോക്ടർമാരെപ്പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാനും ഡോക്ടറാകുവാൻ പഠിക്കുമെന്നും ആളുകൾക്ക് സേവനം നൽകുമെന്നും നിശ്ചയിച്ചിരുന്നു. എൻ്റെ അംഗപരിമിതിബന്ധിയായ ആദ്യ പ്രതിബന്ധം എനിക്ക് MBBS കോഴ്സിന് പ്രവേശനം നിഷേധിച്ചതാണ്. എനിക്ക് ഉയർന്ന മാർക്കുകളും പ്രസിദ്ധീകരിച്ച 10 പേരുടെ ആദ്യ ചെറുപട്ടികയിൽ 6ാം സ്ഥാനവും ഉണ്ടായിരുന്നിട്ടും ഗ്രാൻഡ് മെഡിക്കൽ കോളേജിൽ എനിക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. ഇന്നത്തെ പോലെ കേന്ദ്രീകൃത പരീക്ഷകൾ ഇല്ലാതിരുന്ന അക്കാലത്ത് ഞങ്ങൾക്ക് മുംബൈ സർക്കിൾ മാത്രമേ അപേക്ഷ നൽകുവാൻ കഴിയുമായിരുന്നുള്ളൂ. ഞാൻ പ്രവേശന മുഖാമുഖത്തിനായി പോയിരുന്നെങ്കിലും എന്നെ നിരാശനാക്കിക്കൊണ്ട് എൻ്റെ ഉയർന്ന മാർക്കിനും നേട്ടങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കാതെ എന്നെ അവർ നിരാകരിച്ചു.
വല്ലാതെ മുറിവേറ്റിരുന്ന എനിക്ക് എങ്കിലും ഇനി ഗണിതശാസ്ത്രം തുടർന്ന് പഠിക്കാം എന്ന് തീരുമാനിച്ചു. എനിക്ക് വൈദ്യശാസ്ത്രം പഠിക്കുവാൻ സാധിക്കുന്നില്ല എന്ന കാര്യം എന്നെ അസ്വസ്ഥനാക്കപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ കുത്തിയിരുന്ന് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും കത്തുകൾ എഴുതി. എൻ്റെ നിർഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ചും പ്രവേശനത്തിലെ അന്യായവും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ കത്ത്. തന്നെ മുംബൈയിലുള്ള മെഡിക്കൽ കോളേജിലെ ഡീൻമാരോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. അന്നത്തെ ഡീനായിരുന്ന ഡോക്ടർ DV വീർക്കറിനെ സമീപിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അപേക്ഷ നിഷേധിച്ച വിധത്തിലെ അന്യായത്തെക്കുറിച്ചും എൻ്റെ നിരാശയെക്കുറിച്ചും ഞാൻ അദ്ദേഹത്തോട് വിവരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് മറുപടി എന്നെ കൂടുതൽ ദുഃഖിതനാക്കി. കാരണം എനിക്ക് MBBSന് പ്രവേശനം നൽകുന്നതിൽ അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പ്രവേശന സമിതിയിലുള്ള മറ്റു ഡോക്ടർമാർ എനിക്ക് ആ കോഴ്സിനോട് നീതി പുലർത്താനാവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് എന്ന് അദ്ദേഹം വെളിവാക്കി. ഒരു കൂട്ടായ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ഡോക്ടർ വീർക്കറിന് തൻ്റെ അപേക്ഷ നിരസിക്കാതിരിക്കുവാൻ നിർവാഹമില്ലായിരുന്നു.